For me, it's actually about defending Greenland and also defending NATO's northern flank. In order to be ready for that, we simply have to step up and we have to train that. It is Danish law that a Danish soldier, if attacked, has the obligation to fight back. ഗ്രീൻലൻഡിനെ ആക്രമിച്ചാൽ ഡാനിഷ് നിയമപ്രകാരം തിരിച്ചടിക്കുമെന്ന് ജോയിന്റ് ആർട്ടിക് കമാൻഡ് തലവൻ സോറൻ ആൻഡേഴ്സൺ വ്യക്തമാക്കി. ഒരു ഡാനിഷ് പട്ടാളക്കാരൻ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗ്രീൻലൻഡിനെ പിടിച്ചെടുക്കുമെന്ന ഭീഷണിക്ക് നടുവിൽ നാറ്റോയും ഡെൻമാർക്കും അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യസുരക്ഷയ്ക്ക് ഗ്രീൻലൻഡിനെ പിടിച്ചെടുക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഗ്രീൻലൻഡ് വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. അമേരിക്കയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശമാണിത്. ട്രംപിന് ഗ്രീൻലൻഡിലെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളിലാണ് കണ്ണ്. ജർമ്മനിയും ഫ്രാൻസും ഗ്രീൻലാൻഡിലേക്ക് സൈനികരെ എത്തിച്ചു കഴിഞ്ഞു. പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞതായി ആർട്ടിക് കമാൻഡ് തലവൻ വ്യക്തമാക്കി. അമേരിക്കയ്ക്കെതിരെയല്ല തൻ്റെ മെസ്സേജ് എന്നും എന്നാൽ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുകയാണ് എൻ്റെ ചുമതലയെന്നും ആൻഡേഴ്സൺ വ്യക്തമാക്കി. നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. ഗ്രീൻലൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡെൻമാർക്ക്, നോർവേ, ജർമ്മനി, സ്വീഡൻ, UK, നെതർലൻഡ്, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപിൻ്റെ ഭീഷണി. നാറ്റോയിൽ നിന്ന് ഫ്രാൻസ് പിന്മാറുന്നതിനെപ്പറ്റി വരെ ചർച്ച നടക്കുന്നുണ്ട്. നാഷണൽ അസംബ്ലിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാറ്റോയിൽ ഇങ്ങനെ തുടരുന്നത് ഫ്രാൻസിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് അവർ തുറന്നടിച്ചു. അമേരിക്കൻ ആധിപത്യത്തിന് കീഴിൽ ഇങ്ങനെ തുടരുന്നത് ഫ്രാൻസിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരാണെന്നും അവർ പ്രസ്താവിച്ചു. മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്കൊപ്പം നിന്ന് നാറ്റോ രാജ്യങ്ങളിലേക്ക് തന്നെ അമേരിക്ക ഇപ്പോൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അന്താരാഷ്ട്ര വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.